നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇറാനിലെ പ്രക്ഷോഭം ആരംഭിച്ചത് മുതൽ നിങ്ങൾ കൂടുതലായി കേട്ടിട്ടുണ്ടാകും എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ കുറിച്ചും അതിന് ജാം ചെയ്ത ഇറാന്റെ ടോബോൾ സിസ്റ്റത്തെ കുറിച്ചും. എന്നാൽ ഇത് രണ്ടും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. സ്റ്റാർലിങ്ക്, മറ്റൊന്ന് ടോബോൾ. ഇതാണ് റഷ്യൻ നിർമ്മിത ടോബോൾ എന്നറിയപ്പെടുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനിലെ പ്രക്ഷോഭത്തെ ഇറാൻ അടിച്ചമർത്തിയത് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തത്. കാരണം ഇറാനിൽ നിലവിലുള്ള നെറ്റ് സംവിധാനങ്ങളെല്ലാം ഇറാൻ ക്ലോസ് ചെയ്തപ്പോൾ അവിടെയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഫ്രീ ആയിക്കൊണ്ട് ഇറാനിൽ സപ്ലൈ ചെയ്തത്. ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്നതും മറ്റുള്ള ആളുകളിലേക്ക് ആശയവിനിമയങ്ങൾ കൈമാറാനും സാധിക്കുന്നത്. ഇതുണ്ടാകുമ്പോഴാണ് ഒരു പ്രക്ഷോഭം അതിന്റെ യഥാർത്ഥ രീതിയിലേക്ക് എത്തുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇസ്രയേലും അമേരിക്കയും ഈ സംവിധാനം ഇറാനിൽ എത്തിക്കുന്നത്. മാത്രമല്ല സ്റ്റാർലിങ്കിന് ആവശ്യമായ അതിന്റെ റിസീവറുകളും ആന്റിനകളും ഇതെല്ലാം ഇറാനുള്ളിലേക്ക് മൊസാദിന്റെ സഹായത്തോടെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സ്റ്റാർലിങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആയിരക്കണക്കിന് സാറ്റലൈറ്റുകളാണ് ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഓർബിറ്റുകളിൽ ഇതിനായി എലോൺ മസ്ക് സംവിധാനിച്ചിട്ടുള്ളത്. എന്തിനാണ് ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ ഇവിടെ ആവശ്യമായി വരുന്നത്? സാധാരണ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ സിഗ്നൽ ലഭിക്കുന്നതിന്റെ ഈ സാറ്റലൈറ്റ് ഒക്കെ നിൽക്കുന്നത് 35,000 കിലോമീറ്റർ ദൂരെയാണ്. അതേസമയത്ത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ ഈ സാറ്റലൈറ്റുകൾ നിലനിൽക്കുന്നത് കേവലം 550 കിലോമീറ്റർ ദൂരെ മാത്രമാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഈ നെറ്റ് വളരെ കൃത്യമായി ഭൂമിയിൽ അവൈലബിൾ ആകുകയുള്ളൂ. പക്ഷെ എന്തിനാണ് ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. അത് ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് നമ്മൾ നിലനിൽക്കുന്ന ഭൂമിയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. സാധാരണ നമ്മുടെ മൊബൈലുകളിൽ ലഭിക്കുന്ന സിഗ്നലുകൾ ഇതിന് ധാരാളം ടവറുകൾ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ടവറുകൾ വേണ്ടി വരുന്നത്? ഇവിടെ ഉദാഹരണത്തിന് ഒരു ടവർ ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ടവറിൽ നിന്ന് വരുന്ന സിഗ്നലുകളെല്ലാം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്, പ്രകാശം സഞ്ചരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊന്നും ഈ ടവറുകളുടെ ആനുകൂല്യം ലഭ്യമാവുകയില്ല. ഇവിടെയൊന്നും സിഗ്നലുകൾ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് വളരെ താഴ്ന്ന പ്രദേശങ്ങളിൽ, താഴ്വരകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അപ്പുറത്തുള്ള ടവറിൽ നിന്നും സിഗ്നലുകൾ ലഭ്യമാകാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ടവറുകൾ ആവശ്യമായി വരും. ഓരോ 2-3 കിലോമീറ്ററുകൾക്കനുസരിച്ച് ഇന്ന് മൊബൈൽ ടവറുകൾ ഉണ്ടായിരിക്കും. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ടവറുകളെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ സർവറിൽ നിന്ന് ലഭിക്കുന്ന ഈ സിഗ്നലുകളെ മറ്റുള്ള എല്ലാ ടവറുകളുമായി ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു ഏകീകൃതമായ ഒരു സ്വഭാവം ഈ ടവറുകളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ഏത് ഭാഗത്തുള്ള കോൾ, ഒരാളുടെ ഫോണിൽ നിന്നും വരുന്ന ഏത് ഭാഗത്തു നിന്ന് വരുന്ന കോളുകളും അവിടെ റിസീവ് ചെയ്യാനും അവർക്ക് തിരിച്ച് മറ്റുള്ള ടവറുകൾ വഴി അവർക്ക് തിരിച്ചുള്ള സിഗ്നലുകൾ ലഭ്യമാക്കാനും ഈ ധാരാളം ടവറുകൾ ഉണ്ട് എന്നതുകൊണ്ട് അതിന് സാധ്യമാകും. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, വളരെ ദൂരെ നമ്മുടെ സാധാരണ ടിവിയുടെ സാറ്റലൈറ്റുകളിലൊക്കെ ഉള്ള പോലെയാണെങ്കിൽ വളരെ ദൂരെയാണ് ഈ സാറ്റലൈറ്റ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ഇതിന് ധാരാളം ഏരിയയിലേക്ക് ഇതിന് സിഗ്നൽ സപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് തൊട്ടടുത്താണ് ഉള്ളത് എങ്കിൽ ഇവിടെ നിന്ന് കുറഞ്ഞ ഏരിയയിലേക്ക് മാത്രമേ ഇതിന് സപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂമിയോട് എത്ര അടുത്ത് നിൽക്കുന്നോ അത്രയും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന ടവറുകൾ ആവശ്യമായി വരും. എന്നാൽ അതുപോലുള്ള ഒരു സംവിധാനമാണ്, ടവർ പോലുള്ള സംവിധാനമാണ് സാറ്റലൈറ്റുകളിൽ ഇവിടെ ഇലോൺ മസ്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ സാറ്റലൈറ്റുകൾ, ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ ഓരോന്നും പരസ്പരം ഒരു ചെങ്ങല പോലെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയുടെ ഏത് ഭാഗത്തുനിന്ന് ഒരാൾ അവന്റെ നെറ്റ് സംവിധാനം ഉപയോഗിക്കുമ്പോഴും ഇവിടെ നിന്ന് ഒരു സിഗ്നൽ നേരെ ഈ സാറ്റലൈറ്റിലേക്ക് പോകുന്നു. ഈ സാറ്റലൈറ്റ് മറ്റുള്ള സാറ്റലൈറ്റ് വഴി അത് ഭൂമിയിലുള്ള സർവറിലേക്ക് നീങ്ങുന്നു. സർവറിൽ നിന്ന് ആ ആവശ്യപ്പെട്ട സിഗ്നൽ തിരിച്ച് ഇതേ ഒരു ഡിവൈസിലേക്ക് തന്നെ എത്തിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ നെറ്റ് അവൈലബിൾ ആകുന്നത്. എന്നാൽ ഇവിടെ എന്താണ് ഇറാൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ കാണുന്നത് സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്ന റിസീവറുകൾ. റിസീവർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതിന് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ റിസീവിംഗ്, ഈ രണ്ട് സംവിധാനങ്ങളും ഇത് തന്നെയാണ് നിർവഹിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഇവിടെ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അവന്റെ ഡിവൈസിൽ നിന്നും ആ സ്റ്റാർലിങ്കിലേക്ക് ഒരു സിഗ്നൽ പോകുന്നുണ്ട്. ആ സിഗ്നൽ ട്രാൻസ്മിഷൻ ചെയ്യുന്നത് ഇതേ ഒരു ഡിഷ് തന്നെയാണ്.
എന്നാൽ അതിൽ നിന്ന് തിരിച്ചു വരുന്ന സിഗ്നലുകളെ റിസീവ് ചെയ്യാനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരാൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ, ഒരാൾക്ക് ഗൂഗിളിൽ ഏതെങ്കിലും ഒരു സൈറ്റ് അവന് അവൈലബിൾ ആകണം, അവന്റെ ഡിവൈസിൽ അത് സെർച്ച് ചെയ്യുകയാണ്. ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നേരെ ഈ ഡിഷ് വഴി ആ സിഗ്നലുകൾ നേരെ ഈ സാറ്റലൈറ്റുകളിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്യപ്പെടുകയാണ്. ഇവിടെ സാറ്റലൈറ്റിൽ എത്തിയിട്ടുള്ള ഈ സിഗ്നലുകളെ നേരെ ഭൂമിയിലുള്ള ടവറിലേക്ക് അയക്കുന്നു. ഈ ടവറിൽ നിന്ന് നേരെ സർവറിലേക്ക് എത്തുന്നു. സർവറിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിന് ലഭിക്കേണ്ട വിവരങ്ങൾ സാറ്റലൈറ്റിലേക്ക് തന്നെ കൈമാറുന്നു. സാറ്റലൈറ്റ് വീണ്ടും ഇത് റിസീവറിലേക്ക്, ഇവിടെയുള്ള ഈ ഡിഷിലേക്ക് കൈമാറുന്നു. അത് അവന്റെ ഡിവൈസിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സ്റ്റാർലിങ്കിൽ നടക്കുന്നത്. എന്നാൽ റഷ്യയുടെ ടോബോൾ എന്നറിയപ്പെടുന്ന സിസ്റ്റം എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ജാമറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നിന്ന് നമുക്കറിയാം ഇലോൺ മാസ്കിന്റെ ട്രാൻസ്മിറ്റർ, അതായത് ഇലോൺ മാസ്കിന്റെ സിഗ്നലുകളെ ഒരാൾക്ക് ലഭ്യമാകാൻ വേണ്ടി അവന്റെ മൊബൈലിൽ നിന്നും ഒരു സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നേരെ ഈ ട്രാൻസ്മിറ്ററിൽ നിന്നും ഇവിടെയുള്ള സാറ്റലൈറ്റിലേക്ക് സിഗ്നൽ പോവുകയാണ്. പക്ഷെ ഈ സിഗ്നൽ പോകുന്ന സമയത്ത് ഈ സിഗ്നലുകളെ ഈ സാറ്റലൈറ്റ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് സിഗ്നലുകൾ വരുന്നതും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സിഗ്നലുമായി ഈ സാറ്റലൈറ്റുകൾക്ക് ബന്ധമുണ്ട്. എന്നാൽ ഇങ്ങനെ ഈ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്. നിങ്ങളൊരു ബൈനോക്കുലർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധനം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഒരു ലേസർ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല. നിങ്ങൾ ഒരു സ്ഥലം വളരെ കൃത്യമായി ബൈനോക്കുലർ ഉപയോഗിച്ച് നിരീക്ഷിക്കുമ്പോൾ ഒരു വലിയൊരു ടോർച്ച് കൊണ്ട് നിങ്ങളുടെ കണ്ണിലേക്ക് അടിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. എന്ന പോലെ തന്നെ ഇവിടെയുള്ള ഈ ജാമറുകൾ ചെയ്യുന്നത് ആദ്യം ഈ സാറ്റലൈറ്റുകളെ കണ്ടെത്തുകയാണ്. സാറ്റലൈറ്റിനെ കണ്ടെത്തി ഈ സാറ്റലൈറ്റുകളിലേക്ക് അതിശക്തമായ സിഗ്നലുകൾ അയക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ടോർച്ച് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ രൂപത്തിൽ തന്നെ ഇതിന്റെ ട്രാൻസ്മിറ്ററിന് ഇതിലേക്ക് വരുന്ന വിവരങ്ങളെ അതിന് കണ്ടെത്താൻ കഴിയുന്നില്ല. അവിടെയെല്ലാം നോയ്സുകൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് അയാൾ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയില്ല. കാരണം അവിടെ നോയ്സ് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതേ രൂപത്തിലാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ അവന് സിഗ്നലുകളോ റേഞ്ചിന്റെ ചിഹ്നങ്ങളോ കാണിച്ചേക്കാം, പക്ഷേ നെറ്റ് അവിടെ അവൈലബിൾ ആവുകയില്ല. അല്ലെങ്കിൽ ഇനി ലഭിക്കുകയാണെങ്കിൽ തന്നെ അത് കട്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ അപകടകരമായ മറ്റൊരു കാര്യവും കൂടെ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജാമറുകൾ തന്നെ മറ്റൊരു സംവിധാനവും കൂടെ ടോബോളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അപകടകരമായി മാറിയിരിക്കുന്നത്. ഇറാനിൽ ഉണ്ടായിരുന്ന പ്രക്ഷോഭകരിൽ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച ആളുകൾ മുഴുവൻ ഇറാൻ പൊക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് പൊക്കിയത്? നമുക്കറിയാം, നിങ്ങളൊരു ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെ ഒരാൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അയാൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ രാത്രിയിൽ നിങ്ങളുടെ ടോർച്ച് എടുത്ത് മുകളിലേക്ക് അടിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഉള്ള പൊസിഷൻ എവിടെയാണ് എന്ന് ഈ തെരയുന്ന ആൾക്ക് ബോധ്യപ്പെടും. കാരണം ആ ലൈറ്റ് വരുന്ന സ്ഥലം അവന് പരിശോധിച്ചാൽ മതിയല്ലോ. എന്ന പോലെ എവിടെയാണ് സ്റ്റാർലിങ്കിന്റെ ഡിഷുകൾ ഉള്ളത്, ട്രാൻസ്മിറ്ററുകൾ ഉള്ളത്, എവിടെ നിന്നാണ് സിഗ്നലുകൾ ഈ സാറ്റലൈറ്റിലേക്ക് പായുന്നത് എന്ന് കൃത്യമായി അളന്നെടുക്കാൻ സാധിക്കും. വളരെ കൃത്യമായി ഏത് കോണിൽ നിന്നാണ് വരുന്നത്, എത്ര ഡിഗ്രി തിരിഞ്ഞാണ് വരുന്നത് എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ടോബോളിന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വ്യക്തിയുള്ള പൊസിഷൻ എവിടെയാണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭരണകൂടത്തെ കണ്ണുവെട്ടിച്ചുകൊണ്ട് സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് സുരക്ഷിതമായി നെറ്റ് ഉപയോഗിക്കാം എന്ന് കരുതുമ്പോൾ തന്നെ പക്ഷെ അതൊരു ആത്മഹത്യാപരമായ നീക്കവുമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വളരെ ലളിതമായി ഈ സംവിധാനങ്ങളെ കൊണ്ട് സാധിക്കും. ഇതാണ് ഇറാനിലെ പ്രക്ഷോഭകർക്കെതിരെ ഇറാൻ ഉപയോഗിച്ചിരുന്നത്. ഇറാനിലുള്ള പ്രക്ഷോഭങ്ങളെ അത്ഭുതകരമായി ഇറാൻ ഭരണകൂടം കേവലം 2-3 അവസാനത്തെ 3-4 ദിവസങ്ങളിലായി അതിനെ തൂത്തെറിഞ്ഞതും അമേരിക്കയും ഇസ്രയേലിനെയും ആശങ്കപ്പെടുത്തിയതും ഈ ഒരു സംവിധാനമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.